നസീബിന്റെ വണ്ടിന്റെ വർക്ക് കഴിഞ്ഞ് പോകാൻ പറഞ്ഞു. വണ്ടി എന്തായാലും ട്രയലറിന് എടുത്തണം. വൈഫിനാണെങ്കിൽ ഗോവയില് അവള് വർക്കിനടുത്ത് ആക്കാനുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ഗോവയ്ക്ക് കിട്ടാലോ. പോണ വഴിക്കാണ് ഈ സംഭവം കണ്ട്. അമ്പലത്തിൽ എന്തൊക്കെ പരിപാടിയാണ്. അതിനെ പറ്റി അനീഷിനോട് ചോദിച്ചപ്പോ അമ്പലത്തെ പറ്റി തന്നെ അവനക്കറിയില്ല. പിന്നെ ഇത് പെട്രോളൊക്കെ ഫുള്ളാക്കി വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി. വണ്ടി സ്റ്റാർട്ടാവണില്ല. അവിടെ തുടങ്ങി ഞങ്ങൾ ആദ്യം തള്ളല്. ഐശ്വര്യമായിട്ട് അനീഷിനെ കൊണ്ട് തന്നെ കയ്യൊപ്പിച്ച് തള്ളി കഴിഞ്ഞപ്പോ ഓനക്ക് വായിച്ച് ഓൻ എന്തൊക്കെ ഓർഡർ ആക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് വണ്ടി എടുത്ത് വണ്ടി കുറച്ചാണ്ട് പോയപ്പോ തന്നെ ആളിറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് വാങ്ങി. അതിനൊരു കൂടി നസീബ് വിളിച്ച് ഇനിയൊരു ചായ അടിച്ചിട്ട് യാത്ര തുടങ്ങാന്ന്. കാസർഗോഡ് കഴിഞ്ഞപ്പോൾ നസീബ് വണ്ടി എടുത്തിട്ടാ. സംഭവം എന്താ വെച്ചാല് ഓനക്ക് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ വണ്ടിക്കും വേണ്ട ഒരു റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് വണ്ടി നസീബ് 100-120 പറപ്പിക്കുന്നുണ്ട്. വണ്ടിന്റെ പോക്കണ്ടപ്പോ നമ്മൾ ഉറങ്ങിയ ആള് നീച്ചിങ്ങനെ ഇട്ടാ. ഉറങ്ങിച്ചപ്പോ വണ്ടി ഞങ്ങട്ട് ഓനോടിക്കാൻ പറഞ്ഞു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. നമ്മളെ വണ്ടി പിന്നിൽ നിന്ന് സംഭവം നോക്കിയപ്പോ എന്താ അതിന്റെ ഉള്ളിൽ ഓയിലൊന്നുമില്ല. ഓയിലൊക്കെ കൊടുക്കൊക്കെ പോയിക്കണ്. 1 ലിറ്റർ ഓയിൽ വാങ്ങി വെച്ച് വണ്ടി സ്റ്റാർട്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നേരെ വെളുത്ത് വരുന്നുണ്ട്. സൂര്യൻ അത് പൊന്തിയായിരുന്നു. എങ്ങനെ ആയാലും വണ്ടിയില്ല, ഓനക്ക് ഉറങ്ങിയാൽ മതി. പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ച് വരരുത്. അപ്പോ തന്നെ നമ്മളെ വണ്ടി വീണ്ടും നിന്ന് വണ്ടിത്തെ പെട്രോൾ കഴിഞ്ഞു. പിന്നത്തെ തള്ള് ഞങ്ങള് രണ്ടാളും കൂടി തള്ളി തെക്കൻ തള്ളി ക്ഷീണിച്ചിക്കണാകെ. പെട്രോൾ ഇട്ടിയാ പെട്രോളൊക്കെ ഉള്ളാക്കി നമ്മള് വീണ്ടും യാത്ര തുടർന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി വീണ്ടും നിന്നു. സ്റ്റാർട്ടാവണില്ല. എന്താന്നൊരു ഐഡിയ ഇല്ല. തള്ളല് വീണ്ടും അനീഷിനെ ഏൽപ്പിച്ച് തള്ളി വർക്ക്ഷോപ്പൊക്കെ എത്തിച്ച്. അവിടുത്തെ ചെക്കനെ നമ്മള് വീഡിയോ എടുക്കാൻ കണ്ടപ്പോ ഭയങ്കര പൊലിവ്. അങ്ങനെ വണ്ടിയൊക്കെ റെഡിയാക്കി ഇന്നലെ രാത്രി പോന്ന നമ്മള് ഇന്ന് രാത്രി ഗോവയിലെത്തി.